ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബി നമ്മീസ് ലൈഫ്. നമ്മൾ ഇന്ന് തായ്ലൻഡിലെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നുങ് ഗാർഡൻ കാണാൻ വേണ്ടി വന്നിരിക്കുമായിരുന്നു. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഷോ കാണാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഷോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു കൾച്ചറൽ ഷോയാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഒരു എലിഫൻറ്റ് ഷോയും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കൾച്ചറൽ ഷോ കാണാൻ വേണ്ടിയിട്ട് കയറാം. കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ കൾച്ചറൽ ഷോ നടക്കുന്ന തിയേറ്റർ. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമാണ് ആദ്യം വന്നിരിക്കുന്നത്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇവരിവിടെ ഷോ തുടങ്ങിക്കഴിഞ്ഞു. ഇവരുടെ നാടിന്റെ എന്തോ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഷോസ് ഒക്കെയാണ്. ഇവരുടെ ഭാഷയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്രയും എക്സ്പ്ലനേഷൻസ് ഒന്നും മനസ്സിലാവത്തില്ല. എന്നാലും കണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ നമുക്കിത് കണ്ടിട്ട് വന്നാലോ. ടൈം കിട്ടത്തില്ല, ഞാൻ ഇതിനകത്ത് എടുത്തോളാം. വീഡിയോ എടുത്ത് തന്നാൽ മതി. ഇവളുടെ ഞാൻ എടുക്കാം, എൻ്റെ എടുത്താൽ മതിയേ. കേൾക്കുന്നുണ്ടോ? ആ, ഫുള്ള്
എലിഫന്റ് ഷോയുടെ അവിടെ ആദ്യം ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഒരാൾക്ക് 100 ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എലിഫന്റ്സിന്റെ കൂട്ടത്തിൽ അവരിങ്ങനെ എലിഫന്റ് നമ്മളെ പൊക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോയോ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ സെക്കൻഡ്സിനുള്ളിലാണ് നമ്മളുടെ ഇത് സമയം കഴിഞ്ഞു പോകുന്നത്. നമ്മളെ ഒന്ന് എടുത്തു പൊക്കുന്നു, പിന്നെ മറ്റേ തുമ്പിക്കൈ കൊണ്ട് എടുത്തു പൊക്കുന്നു, അതോടുകൂടി കാര്യം കഴിഞ്ഞു. പിന്നെ എലിഫന്റ്സിന്റെ ഓരോരോ ഷോസ് ആയിരുന്നു. ഇങ്ങനെ ഒരു എന്താ പറയാ, ആരോ പോലത്തെ സാധനം എറിഞ്ഞ് ബലൂൺ പൊട്ടിക്കുന്നത്, പിന്നെ മൈതാനത്ത് നിരത്തിയിട്ടിരിക്കുന്ന ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്നത്, ആളുകളെ മസാജ് ചെയ്യുന്നത്, ഫുട്ബോൾ കളിക്കുന്നത്, പിന്നെ ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഒരു ആനക്കുട്ടി നിന്നുകൊണ്ട് ഒരു ടീഷർട്ടില് പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. പല പല കളറിലെല്ലാം കൂടെ ഒരു മരവും ഇതൊക്കെ ആയിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടീഷർട്ട് പിന്നെ അവിടെ സെയിലിന് വെക്കുന്നുണ്ട്. ആ ഒരു ആനക്കുട്ടി വരച്ചിട്ടുള്ള ടീഷർട്ട് എന്നുള്ളതും പറഞ്ഞിട്ട് 300 ബാത്തിന് ആ ടീഷർട്ട് അവിടെ സെയിലിനും വെച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എലിഫന്റ്സിന്റെ ഷോ ഒന്ന് കാണാം. ഭയങ്കര ഇഷ്ടമാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയേ, നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല. എന്നാണ് നമ്മുടെ വീരൻ, ബില്ലാളി വീരൻ. അവന്റെ കൊമ്പ് കണ്ടോ, കൊമ്പ്. ഗോളി കണ്ടു വീഡിയോയ്ക്കകത്ത് അവർ മസാജ് ചെയ്യും. ആ പൈസ കൊടുക്കേണ്ടി. ആ ഇത് നമ്മൾ ചുമ്മാ പോയി കിടന്നാൽ മാത്രം മതി. അതിനൊരു ധൈര്യം അത്രേ ഉള്ളൂ. ഇവിടെ നല്ല സ്റ്റെപ്പൊക്കെ എടുത്തോണ്ട് ഒരാൾ ഒറ്റക്കാലയിലാണോ നിൽക്കുന്നല്ല. എലിഫന്റ്സിന്റെ ഷോ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ആനയുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള സെക്ഷനാണ്. ഇവിടെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് 20 ബാത്താണ് കൊടുക്കേണ്ടത്. എനിക്ക് ആ കൊമ്പനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ നിന്നിട്ട് കുറച്ചു നേരം കൂടുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്കുള്ള ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിക്കും കാണാനായിട്ട് ഒരുപാട് ഭംഗിയുള്ള ഗാർഡൻസും ഇൻഡോർ ഗാർഡൻസും അല്ലാതെ എല്ലാം ഉണ്ട്. എനിക്ക് ശരിക്കും സങ്കടം ഉണ്ടാക്കിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മൈക്കിന് എന്തോ സംഭവിച്ചു. എൻ്റെ മൈക്കിൽ കുറച്ചു നേരം സൗണ്ട് വരും, പിന്നെ കുറച്ചു നേരം സൗണ്ട് വരില്ല, പിന്നെയും കുറച്ചു നേരം വരും, അങ്ങനെ ആയിപ്പോയി. അതെനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത്. നല്ല രസമുണ്ട് കേട്ടോ, ഗ്രീൻ ഗ്രീൻ ഗ്രീൻ. അവള് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ദയയുടെ കൂടെ. കൊറേ ഈ ക്യാംലിയോൺസ്.
ഇത് ഫുള്ള് പെബിൾസാ കണ്ട സ്റ്റോൺസ് നല്ല ഭംഗിയാ. ടേബിൾ നമ്പർ 7 ആണ് നമ്മുടേത്. നല്ല വൈബല്ലേ. മാതിരത്തെ സംഭവമൊക്കെ ഹാങ്ങിങ്സ് ഒക്കെ നല്ല രസമുണ്ട്. എനിക്ക് ഡാൻസ് കളിക്കണോ ഇസ? തൂ ചോർ ഹേ. ഫുഡിന് ഈ ഒരു വൈബേ ഉള്ളൂ. പരിപ്പ് കറിയും ചോറും, വേണമെങ്കിൽ ഒരു ഉണക്ക ചപ്പാത്തി. കാർ മ്യൂസിയം 1. നമുക്ക് കാർ മ്യൂസിയം കണ്ടുകൊണ്ട് പോവാം. കാർസൊക്കെ കണ്ടോ, നല്ല സൂപ്പർ സ്പോർട്സ് കാറാണോ? എന്തുവാ ഇത്? ഈ സൈഡിലും കൂടി ഒന്ന് കണ്ടേക്കാം. ഓക്കെ, അടിപൊളി കാറുകൾ. ഇത് കണ്ടോ ഒരെണ്ണം, സൂപ്പർ. ഇതാ കിടക്കുന്നു വേറെ കളർ. നോങ്നൂച്ച് ഗാർഡനിലെ കാഴ്ചകളും കണ്ട് ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മുടെ വാനിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.